ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റിൻ ലോയിസ് ഫ്രം ഡബ്ലിൻ മല്ലു വേൾഡ്. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു സാക്ഷ്യം നമ്മുടെ കൃപാസന മാതാവിന്റെ പ്രാർത്ഥിച്ചത് കാരണം എനിക്കുണ്ടായ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കുറെ നാളുകളായിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഷോൾഡറിന് കുറെ പെയിനും കാര്യങ്ങളായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. അത് ജിമ്മിൽ നിന്ന് കിട്ടിയ ഒരു ഇഞ്ചുറി ആയിരുന്നു ആക്ച്വലി. സോ ലിഗമെന്റ് ഇഞ്ചുറി പോലെ ഒരു ചെറിയൊരു ഇഞ്ചുറി വന്നതാണ് ആക്ച്വലി. കുറെ നാളായിട്ട് അതിന്റെ പുറകെയാണ് ഞാൻ. എന്താ പറയാ, ഭയങ്കര വേദനയും ഒക്കെ ആയിരുന്നു. അപ്പം ജോലിയിൽ നിന്ന് ഏകദേശം ഒരു 2 ആഴ്ചയോളൊക്കെ മാറി നിൽക്കേണ്ടതായിട്ട് വന്നിരുന്നു. ആ ഒരു വേദന കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ലൊരു പെയിൻ ആയിരുന്നു ആക്ച്വലി. കഴുത്ത് തൊട്ട് ഇങ്ങനെ ഈ ഒരു കൈ ഫുള്ള് താഴെ വരെ ഇതായിരുന്നു. അപ്പം ഒരു പ്രാവശ്യം ഞാൻ ജിമ്മിൽ പോകുന്ന സമയത്ത് ജിമ്മിൽ നിന്ന് ലാറ്റ് പുൾ ഡൗൺ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു എന്തൊരു പറ്റിയ പോലെ എനിക്ക് തോന്നിയിരുന്നു ആക്ച്വലി. അപ്പൊ അതിന്റെ വേദന ഞാനിവിടെ ആക്ച്വലി ഫിസിഷ്യനെ കണ്ട് നോക്കിയിട്ടൊന്നും കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാ ദിവസവും നല്ല പെയിൻ ആയിരുന്നു ആക്ച്വലി. ഞാൻ ജോലിക്ക് പോവാതിരുന്ന ആ ഒരു സമയമൊക്കെ ഭയങ്കര പെയിനുള്ള സമയമാണ്. ഡോക്ടറെ അടുത്ത് വന്ന് കണ്ടിട്ടും ഇവിടെ അങ്ങനെ ഇഞ്ചക്ഷനോ കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് എളുപ്പമൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ അതിന്റേതായ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ കുറെ ദിവസം റെസ്റ്റ് എടുത്തിട്ടും അത് പൂർണ്ണമായിട്ടും പോകുന്നുണ്ടാകുന്നില്ല. ആ ഒരു പെയിൻ കാരണം എനിക്ക് കട്ടിലിൽ കിടക്കാനോ അല്ലെങ്കിൽ കട്ടിലിൽ നിന്ന് തിരിഞ്ഞു കിടക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു ആക്ച്വലി ആ ഒരു കാര്യം. എന്നിട്ട് ഇതിനിടയ്ക്ക് ജോലിക്ക് പോയിട്ട് എനിക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. കാരണം ഈ ഒരു പെയിൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു എനിക്ക്. അപ്പൊ എന്ത് ചെയ്യാന്ന് വിചാരിച്ച് നാട്ടിൽ പോകുമ്പോൾ നാട്ടിലും ശരിയാക്കാന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. പക്ഷെ നാട്ടിൽ പോകാനും പറ്റിയില്ല. അപ്പൊ അങ്ങനെ കുറച്ച് നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കുറെ ആഴ്ചകളായിട്ട് മെഡിസിൻ നമ്മുടെ ഇപ്പം പെയിൻ കില്ലേഴ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി, എന്നിട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു വലിച്ചിലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എന്താ പറയാ, ട്രിക്കിംഗ് പെയിൻ, ഒരു എന്തോ ഇങ്ങനെ നമ്മൾ പറയത്തില്ല നാട്ടിൽ ഞരമ്പ് വെട്ടിയിരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു പറയത്തില്ലേ. അപ്പൊ അതുപോലത്തെ ഒരു ഭയങ്കര കഷ്ടപ്പാട്ടുള്ള ഒരു പെയിൻ ആയിരുന്നു. അപ്പം എനിക്ക് ശരിക്കും കഷ്ടപ്പെട്ടു പോയായിരുന്നു. കാരണം യാത്ര പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ജിമ്മിൽ ഞാൻ കുറെ നാളായിട്ട് പോകുന്നേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പോയി തുടങ്ങി പിന്നെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പം ഫൈനലി ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ കൃപാസന മാതാവിന്റെ പ്രാർത്ഥന എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്ഭുതം എന്ന് പറയട്ടെ, പ്രത്യേകിച്ച് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ വലിയൊരു ഫലമായിട്ട് എനിക്കത് പൂർണ്ണമായിട്ടും ആ ഒരു വേദന നന്നായിട്ടും മാറിയിട്ടുണ്ട്. കൈ ഉയർത്തുന്നതിനോ കൈ പൊക്കുന്നതിനോ അല്ലെങ്കിൽ തിരിഞ്ഞു കിടക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ വന്നു. നമ്മളിപ്പം ഉടമ്പടിയിൽ അല്ലെങ്കിൽ കൂടി ഞാൻ കൃപാസന മാതാവിന്റെ ആ ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം അത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അതിന്റെ ഫലം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൊത്തം ആ ഒരു പെയിൻ ഫുൾ എനിക്ക് 2 കൈ ഉയർത്തുന്നതിനോ കൈ പൊക്കുന്നതിനോ അല്ലെന്നുണ്ടെങ്കിൽ ജിമ്മ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ജോലിയും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ ലീവാണ്, ബട്ട് എങ്കിൽ കൂടിയും എനിക്ക് ആനുവൽ ലീവാണ്, ബട്ട് എങ്കിൽ കൂടിയും പ്രശ്നങ്ങളൊന്നുമില്ല. യാത്ര ചെയ്യുന്നതിനോ അങ്ങനെ ഒരു പ്രശ്നമില്ല. കൈ അങ്ങോട്ട് തിരിക്കുന്നതിനോ ഇങ്ങോട്ട് തിരിക്കുന്നതിനോ റൊട്ടേറ്റ് ചെയ്യുന്നതിനോ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല. ആ ഒരു നീർക്കെട്ട ആയിരുന്നിരിക്കാം ഒരു പക്ഷെ അത് പൂർണ്ണമായിട്ട് സൗഖ്യമായെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ആ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് വഴി എനിക്കത് നന്നായിട്ട് മാറി കിട്ടി. നല്ലൊരു അനുഭവമായിരുന്നു ആക്ച്വലി. സോ കൃപാസന മാതാവിന്റെ ഒരുപാട് അനുഗ്രഹം ഇതിനു മുന്നേ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊന്നും എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത്. ഇപ്പൊ ഞാൻ കൃപാസനത്തോടനുബന്ധിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്യാറില്ല. കാരണം നമുക്കൊരു നെഗറ്റീവ് കമന്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഞാനത് ഒരു പരിധി ഞാനത് കെയർ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ചില സമയത്തൊക്കെ നമ്മളത് ഹേർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൃപാസന മാതാവിന്റെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോകളിലൊക്കെ കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ സൗകര്യം കിട്ടുമ്പോൾ ഒക്കെ ചെയ്യുന്നതായിരിക്കും. സോ മാതാവിന് ഒരു അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഉടമ്പടി ഒന്നുകൂടെ പുതുക്കണം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.